തുർക്കിയിലെയും സിറിയയിലെയും ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 35,000 കടന്നിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ഭൂകമ്പത്തിന്റെ ദുരന്തത്തിനിടെ സിറിയയിൽ ISന്റെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. മധ്യ സിറിയയിൽ ശനിയാഴ്ചയുണ്ടായ IS ആക്രമണത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. വിവരങ്ങളുമായി കരിഷ്മ ആന്റണിയുണ്ട്. കരിഷ്മ, ഈ ഭൂകമ്പത്തിന്റെ ഒരു ആഘാതം നിലനിൽക്കുന്ന ഒരു സാഹചര്യം, രക്ഷാപ്രവർത്തനങ്ങൾക്ക് വളരെ ശ്രമകരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആ സമയത്താണ് ഇപ്പോൾ IS അവിടെ ഒരു ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത്. 11ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇനിയും ആളുകളെ രക്ഷപ്പെടുത്താൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഭൂചലനത്തിന്റെ ആഘാതം ആളുകളിൽ നിന്ന് മാറുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ISന്റെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീ ഉൾപ്പെടെ 11 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടത്. അവിടെ കൂൺ ഭക്ഷ്യകൃഷി ചെയ്തുകൊണ്ടിരുന്ന ഏകദേശം 140ഓളം പേരുടെ നേർക്കാണ് ആക്രമണം ഉണ്ടായത്. അതിലൊരു സ്ത്രീ ഉൾപ്പെടെ 11 പേർ മരിച്ചു എന്ന വാർത്തയാണ്. ഈ വാർത്ത വളരെ വിഷമകരമായ ഒരു വാർത്തയാണ്. കാരണം ഈ ഭൂചലനത്തിൽ ഇപ്പോഴും മരിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഘാതം മാറുന്നതിന് മുമ്പെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഭൂചലനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ജീവനോടെ ആളുകളെ രക്ഷിക്കാൻ സാധിക്കുന്നത് രക്ഷാപ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ഇനിയും നിരവധി പേരെ രക്ഷിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് രക്ഷാപ്രവർത്തക സേന ഇപ്പോഴും അവരുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം മരിച്ചവരുടെ എണ്ണം 35,000 കടന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. തിങ്കളാഴ്ച രാവിലെ പുലർച്ചെ 4:17 കൂടിയാണ് ആദ്യ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ആദ്യം ഉണ്ടായത്. ആ ഭൂചലനത്തിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അന്ന് 12 മണിക്കൂറിനുള്ളിൽ മറ്റൊരു ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനമാണ് അന്ന് 12 മണിക്കൂറിനുള്ളിൽ ഉണ്ടായത്. ഈ രണ്ട് ഭൂചലനങ്ങളുടെയും തുടർ ഭൂചലനങ്ങൾ ഏകദേശം 16ഓളം തുടർ ഭൂചലനങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ അടുത്ത ദിവസം 5.6 റിക്ടർ സ്കെയിൽ തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം ഉണ്ടായി. അതിനൊക്കെ ഉപരി ഇന്നലെയും ഒരു ഭൂചലനം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിക്ടർ സ്കെയിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ് ഇന്നലെയും ഉണ്ടായത്. ഇത്തരത്തിൽ ഭൂചലനങ്ങളും അതിന്റെ തുടർചലനങ്ങളും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി കെട്ടിടങ്ങളാണ് നിലംപൊത്തിയത്. അതിനുള്ളിൽ നിരവധി ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഈ കെട്ടിടങ്ങളുടെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കേസുകൾ ഉൾപ്പെടെ ഈ ഒരു സാഹചര്യത്തിൽ എടുത്തിട്ടുണ്ട്. കരാറുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഭൂചലനത്തെ തുടർന്ന് നിരവധി കെട്ടിടങ്ങളാണ് തകർന്നു വീണത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന് കാരണം ഇതിന്റെ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും തകരാറ് മൂലമാണോ ഇത്തരത്തിൽ സംഭവിച്ചതെന്ന സംശയത്തെ തുടർന്നാണ് എഞ്ചിനീയർമാർക്കും അതുപോലെ തന്നെ കരാറുകാർക്കും എതിരെ കേസെടുത്തത്. പക്ഷേ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ ഇതിനെതിരായ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഏകദേശം മേയോടനുബന്ധിച്ച് തുർക്കിയിൽ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ സർക്കാരിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ കുറ്റമെല്ലാം ഈ കരാറുകാരുടെയും എഞ്ചിനീയർമാരുടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും തകർന്നതിലൂടെ മരിച്ചവരുടെ എണ്ണം ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറിയയിലും തുർക്കിയിലും ഉണ്ടായ ഭൂകമ്പത്തിൽ മരണം 35,000 കടന്നിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ISന്റെ ആക്രമണം കൂടി ഒരു ഇരട്ട പ്രഹരം എന്ന നിലയിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. 11 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഈ കെട്ടിടങ്ങൾക്കെല്ലാം ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇപ്പോഴും ജീവനോട് തന്നെ ആളുകളെ പുറത്തെടുക്കാൻ സാധിക്കുന്നു എന്നത് വലിയ പ്രത്യാശ നൽകുന്ന, ആശ്വാസം നൽകുന്ന വാർത്തകളും ദൃശ്യങ്ങളും തന്നെയായിരുന്നു. വിവരങ്ങൾ നൽകിയായിരുന്നു കരിഷ്മ.